പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെയും ഇസ്രായേലിന്റെ ആഭ്യന്തര ചരിത്രത്തിലെയും ഏറ്റവും കടുത്തതും വന്യവുമായ ഒരു ഭരണകൂട പ്രതിസന്ധിക്കാണ് ടെലവീവ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യം നേരിടുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങൾക്കിടയിലും നിലവിലെ വലതുപക്ഷ ഗവൺമെന്റിനെതിരെ സ്വന്തം ജനങ്ങൾ തന്നെ പരസ്യമായി തെരുവിൽ യുദ്ധം പ്രഖ്യാപിക്കുന്ന അസാധാരണമായ കാഴ്ചകളാണ് പുറത്തുവരുന്നത്. ഒന്നിനു പിറകെ ഒന്നായി നീളുന്ന സൈനിക ഓപ്പറേഷനുകൾ രാജ്യത്തിന് വൻ സുരക്ഷാ ഭീഷണിയും സാമ്പത്തിക ബാധ്യതയും വരുത്തിവെക്കുന്നു എന്ന തിരിച്ചറിവിലാണ് ജനങ്ങൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങിയിരിക്കുന്നത്. ടെല്ലവീവിലെ ഏറ്റവും തന്ത്രപ്രധാനവും പ്രശസ്തവുമായ ഹബിമ സ്ക്വയർ ഇപ്പോൾ പതിനായിരക്കണക്കിന് പ്രതിഷേധക്കാരുടെ മുദ്രാവാക്യങ്ങളാൽ പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. നഗരത്തിലേക്കുള്ള പ്രധാന പാതകളെല്ലാം ഉപരോധിച്ചുകൊണ്ട് ജനങ്ങൾ ഇരമ്പി എത്തിയതോടെ ഗതാഗത സംവിധാനങ്ങളും വാണിജ്യ കേന്ദ്രങ്ങളും പൂർണ്ണമായി നിശ്ചലമായി. നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇസ്രായേൽ രാജ്യത്തിന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുതിർന്ന പൗരന്മാരും യുവാക്കളും സ്ത്രീകളും അടങ്ങുന്ന വൻ ജനസഞ്ചയം പ്രതിഷേധത്തിൽ പങ്കുചേരുന്നത്. പ്രതിഷേധക്കാർ ഉയർത്തിയ പ്ലക്കാർഡുകളിലെ വാചകങ്ങൾ ഇസ്രായേൽ ഭരണകൂടത്തെയും സൈനിക നേതൃത്വത്തെയും ഒരേപോലെ പ്രതിരോധത്തിലാക്കുന്നതാണ്. പ്രധാനമന്ത്രിയെ ക്രൈം മിനിസ്റ്റർ എന്ന് പരസ്യമായി അഭിസംബോധന ചെയ്യുന്ന ബോർഡുകളാണ് ചത്തുരത്തിലുടനീളം ഉയർന്നുകേട്ടത്. ഇതിനു പുറമെ ഇനിയും എത്ര നിരപരാധികളുടെ ചോരയാണ് ഈ മണ്ണിൽ ഒഴുക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ചോരക്കറ പുരണ്ട പ്രതീകാത്മക പോസ്റ്ററുകൾ ജനങ്ങൾ വായുവിൽ ഉയർത്തിപ്പിടിച്ചിരുന്നു. വർഷങ്ങളായി തുടരുന്ന അതിശക്തമായ സൈനിക ആക്രമണങ്ങൾക്കും വ്യോമാക്രമണങ്ങൾക്കും ശേഷവും ഹമാസിനെയോ ഹിസ്ബുള്ളയെയോ പൂർണ്ണമായി നിഷ്ക്രിയമാക്കാൻ നെതന്യാഹു ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ലെന്ന യാഥാർത്ഥ്യമാണ് ഇസ്രായേൽ ജനതയെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്നത്. ഗസയിലെയും ലെബനൻ അതിർത്തിയിലെയും ഇസ്രായേൽ സൈന്യം വൻതോതിൽ ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോഴും ശത്രു സംഘടനകൾ വീണ്ടും ഒത്തുകൂടുകയും തങ്ങളുടെ സൈനിക ശേഷി വീണ്ടെടുത്ത് ശക്തമായ തിരിച്ചടികൾ നൽകുകയും ചെയ്യുന്നുണ്ടെന്ന് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ഭരണകൂടത്തിന്റെ സൈനിക തന്ത്രങ്ങളുടെ സമ്പൂർണ്ണ പരാജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. യുദ്ധം നീണ്ടുപോകുന്നതിനനുസരിച്ച് ഇസ്രായേലിലെ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും പതിനായിരക്കണക്കിന് ആളുകളാണ് സ്വന്തം വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നത്. ബിസിനസ്സുകൾ തകരുകയും രാജ്യം കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ ഭരണം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് നെതന്യാഹു യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത് എന്ന ശക്തമായ ആക്ഷേപം പ്രതിഷേധക്കാർ തെരുവിൽ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നെതന്യാഹു നേരിടുന്ന ഈ ജനരോഷത്തിന് പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും കനത്ത പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെമോക്രാറ്റ്സ് പാർട്ടിയുടെ പ്രമുഖ നേതാവായ യെയർ ഗോലാൻ നെതന്യാഹുവിന്റെ നയങ്ങൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നെതന്യാഹുവിന്റെ തീവ്ര ദേശീയത ഇസ്രായേലിനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തുകയാണെന്നും രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷിതത്വം പാടെ തകർക്കുകയാണെന്നും അദ്ദേഹം പരസ്യമായി കുറ്റപ്പെടുത്തി. ഭരണഘടനയെയും ജനാധിപത്യ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളെ ഭരണത്തിൽ പങ്കാളികളാക്കിയതാണ് നെതന്യാഹുവിന് ഇരയായത്. ഈ കടുത്ത നിലപാടുകൾ കാരണം ഇസ്രായേലിന്റെ പരമ്പരാഗത സഖ്യകക്ഷിയായ അമേരിക്കയുമായുള്ള ബന്ധത്തിൽ പോലും വിള്ളലുകൾ വീണിട്ടുണ്ട്. സൈനികമായ വിജയങ്ങളെക്കാൾ രാജ്യത്തിന് ഇപ്പോൾ ആവശ്യം സമാധാനവും സുരക്ഷിതത്വവുമാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു. ടെല്ലവീവിലെ തെരുവുകളിൽ പുകയുന്ന ജനരോഷം കേവലം ഒരു താൽക്കാലിക പ്രതിഭാസമല്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഗവൺമെന്റിന്റെ കടുംപിടുത്തങ്ങൾ കാരണം ഒത്തുതീർപ്പ് ചർച്ചകൾ പരാജയപ്പെടുന്നതും തടവിലാക്കപ്പെട്ട ഇസ്രായേലി പൗരന്മാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ കഴിയാത്തതും ജനങ്ങളുടെ ക്ഷമ കെടുത്താൻ കാരണമായി. തങ്ങളുടെ കുടുംബാംഗങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ച് തടവുകാരുടെ ബന്ധുക്കളും ഈ വൻ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിലുണ്ട്. ഈ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധി നെതന്യാഹുവിന്റെ ഭരണസഖ്യത്തിനുള്ളിലും വലിയ വിള്ളലുകൾ വീഴ്ത്തിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സഖ്യകക്ഷികളിലെ മിതവാദികളായ പല നേതാക്കളും നിലവിലെ ജനവികാരം കണക്കിലെടുത്ത് ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിക്കാൻ ആലോചിക്കുന്നതായി സൂചനയുണ്ട്. ഇതോടെ നെതന്യാഹുവിന്റെ അധികാരം ഏത് നിമിഷവും നഷ്ടപ്പെടാം എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഭരണകക്ഷിയിലെ ആഭ്യന്തര കലഹങ്ങളും തെരുവിലെ ജനകീയ പ്രക്ഷോഭങ്ങളും ശക്തമായതോടെ രാജ്യത്ത് അകാല തിരഞ്ഞെടുപ്പിനുള്ള സാധ്യതകൾ അതിവേഗം വർദ്ധിച്ചു വരികയാണ്. വരും മാസങ്ങളിൽ തന്നെ സഖ്യ ഗവൺമെന്റ് തകരുകയാണെങ്കിൽ വരാനിരിക്കുന്ന സെപ്റ്റംബറോടെ ഇസ്രായേലിൽ ഒരു പൊതു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടി വരുമെന്ന വാർത്തകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാണ്.
ഇത് നെതന്യാഹുവിന്റെ രാഷ്ട്രീയ അസ്തമയത്തിന് കാരണമായേക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. പോലീസും സുരക്ഷാ സേനയും ചേർന്ന് പ്രതിഷേധക്കാരെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ആവേശം ഒട്ടും ചോർന്നു പോയിട്ടില്ല. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് നേരെയും പ്രതിഷേധ പ്രകടനങ്ങൾ നീങ്ങുന്നുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി പലയിടങ്ങളിലും ജനങ്ങൾ ഏറ്റുമുട്ടുന്ന നാടകീയമായ രംഗങ്ങൾക്കാണ് ഇസ്രയേൽ സാക്ഷ്യം വഹിക്കുന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ആഭ്യന്തര ധ്രുവീകരണം മുൻപൊന്നും ഉണ്ടായിട്ടില്ല. യുദ്ധകളത്തിൽ ശത്രുക്കളെ നേരിടുന്നതിനേക്കാൾ വലിയ വെല്ലുവിളിയാണ് നെതന്യാഹു ഇപ്പോൾ സ്വന്തം ജനങ്ങളിൽ നിന്നും രാഷ്ട്രീയ എതിരാളികളിൽ നിന്നും നേരിടുന്നത്. സുരക്ഷാ ഉറപ്പുകൾ നൽകി അധികാരം പിടിച്ചെടുത്ത ഒരു ഭരണാധികാരിക്ക് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുന്നു എന്നത് വലിയൊരു തിരിച്ചടിയാണ്. ഈ ആഭ്യന്തര യുദ്ധം ഇസ്രായേലിന്റെ വിദേശ നയങ്ങളെയും സൈനിക തീരുമാനങ്ങളെയും വരും ദിവസങ്ങളിൽ സങ്കീർണമാക്കും. ഹബിമ സ്ക്വയറിലെ പ്രതിഷേധം കേവലം ഇസ്രയേലിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിലെ മൊത്തം യുദ്ധ സാഹചര്യങ്ങളെ സ്വാധീനിക്കാൻ പോകുന്ന ഒന്നാണ്. ഇസ്രയേലിനകത്ത് ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് ഗസയിലെയും ലബനിലെയും യുദ്ധം അവസാനിക്കുന്നതിലേക്ക് വഴി തുറക്കുമെന്ന് അന്താരാഷ്ട്ര സമൂഹം പ്രത്യാശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളെല്ലാം അതീവ ജാഗ്രതയോടെയാണ് ടെല്ലവീവിലെ തെരുവ് യുദ്ധങ്ങളെ വീക്ഷിക്കുന്നത്. അവസാനിക്കാത്ത സൈനിക നടപടികളിലൂടെ അധികാരം നിലനിർത്താമെന്ന നെതന്യാഹുവിന്റെ തന്ത്രങ്ങൾക്ക് ജനങ്ങൾ തങ്ങളുടെ കൂട്ടായ്മയിലൂടെ വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഇസ്രയേൽ ജനത മാറ്റം ആഗ്രഹിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സന്ദേശമാണ് ഹബിമ സ്ക്വയറിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യങ്ങൾ. വരും ആഴ്ചകളിൽ ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറികളും അപ്രതീക്ഷിത നയതന്ത്ര നീക്കങ്ങളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.